പട്ടായത്ത് 25-കാരി ആത്മഹത്യ ചെയ്തത് ഭർത്തൃപീഡനത്തെ തുടർന്നെന്ന് പരാതി. കേളൻപീടിക സ്വദേശി സ്നേഹയുടെ ആത്മഹത്യയിൽ ഭർത്താവ് ജിനീഷിനെതിരെയാണ് പരാതി. കുഞ്ഞിനും തനിക്കും ഒരു നിറമല്ലെന്ന് പറഞ്ഞും ഭർത്താവ് ജിനീഷും കുടുംബവും സ്നേഹയെ പീഡിപ്പിച്ചിരുന്നു. ജിനീഷിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. പായം കേളൻപീടിക സ്വദേശി സ്നേഹയും കോളിത്തട്ട് സ്വദേശി ജിനീഷും വിവാഹിതരാവുന്നത്. വിവാഹം കഴിഞ്ഞ് 3 മാസം കഴിഞ്ഞപ്പോൾ മുതൽ ഇവർക്കിടയിൽ പ്രശ്നങ്ങളുണ്ടായിരുന്നുവെന്ന് സ്നേഹയുടെ കുടുംബം പറയുന്നു. സ്ത്രീധനം ആവശ്യമില്ലെന്ന് പറഞ്ഞായിരുന്നു ജിനീഷ് വിവാഹാലോചനയുമായി എത്തിയതെന്നും എന്നാൽ പിന്നീട് സ്ത്രീധനം ആവശ്യപ്പെട്ടെന്നും കുടുംബം. അന്ന് പെണ്ണാലോചിക്കുന്ന സമയത്ത് നമുക്ക് സ്ത്രീധനമായിട്ട് ഒന്നും വേണ്ട, പെണ്ണിനെ മാത്രം മതി എന്ന് പറഞ്ഞാണ് വിവാഹം ചെയ്തത്. ഞങ്ങൾ സാധാരണ ഫാമിലിയാണ്. കല്യാണത്തിന് ശേഷം ഒരു കുറച്ച് മാസങ്ങൾക്ക് ശേഷമാണ് അവന് സ്വർണം പോരാ, അതുപോരാ, ഇതുപോരാ എന്നും പറഞ്ഞു അങ്ങനെ പലതവണ അവരോട് മാറി താമസിക്കാൻ ഞങ്ങൾ തന്നെ വീട് വാടകയ്ക്കെടുത്ത് തൽക്കാലത്തെ മാറി താമസിക്കാൻ പറഞ്ഞപ്പോഴും അവർ സമ്മതിച്ചിട്ടില്ല. ശരീരത്തിൽ ബാധയുണ്ടെന്നും അതൊഴിപ്പിക്കണമെന്നും പറഞ്ഞ് സ്നേഹയെ പൂജകൾക്ക് കൊണ്ടുപോകാൻ ശ്രമിച്ചെന്നും ആരോപണമുണ്ട്. കുഞ്ഞ് ജനിച്ചതോടെയാണ് പ്രശ്നം രൂക്ഷമായതെന്ന് സ്നേഹയുടെ അമ്മാവൻ പറഞ്ഞു. അവൾ നല്ല വെളുത്തിന് അവൻ ലേശം കറുത്തനാണ്. ആ കൊച്ചിന്റെ നിറം പോലും അവൻ സംശയിക്കുകയാണ്. അവൻ കൊച്ചു വെളുത്താണ്. അവൻ പറഞ്ഞു കൊച്ച് എൻ്റെ നിറം കിട്ടാത്ത എന്താ എൻ്റെ കൊച്ച് എന്നൊക്കെ ചോദിക്കും. ഇങ്ങനെയൊക്കെ പിന്നെ മാത്രമല്ല അവർ വീട്ടുകാർ മൊത്തം ഒരു അന്ധവിശ്വാസത്തിൻ്റെ പുറകെ പോവുകയാണ്. അതായത് എന്നോട് ഈ പല പ്രശ്നങ്ങളുണ്ടായ സമയത്ത് ഞങ്ങൾ അവരോട് സമാധാനിപ്പിക്കാൻ ചെല്ലുന്ന സമയത്ത് അവർ പറഞ്ഞത് വീട്ടിൽ പൂജ കഴിക്കണം, അത് ചെയ്യണം, അവിടെ ചെല്ലണം, പ്രശ്നം വെക്കണം, അങ്ങനെയുള്ള ഒരു അന്ധവിശ്വാസത്തിന്റെ പാതയിലേക്കാണ്. കുഞ്ഞിന്റെ നിറത്തിന്റെ പേരിൽ സംശയം പറഞ്ഞുള്ള പീഡനം പതിവായതോടെ സ്നേഹയുടെ കുടുംബം പോലീസിൽ പരാതി നൽകിയിരുന്നു. പരാതി പിന്നീട് ഒത്തുതീർപ്പാക്കിയെങ്കിലും പീഡനം തുടർന്നു. ഒരാഴ്ച മുൻപ് സ്നേഹയെ സ്വന്തം വീട്ടിലേക്ക് കൊണ്ടുവന്നു. ഇന്നലെ വൈകിട്ട് 5:30ഓടെയാണ് സ്നേഹ സ്വന്തം വീട്ടിലെ അടുക്കളയിൽ ഷോൾ ഉപയോഗിച്ച് തൂങ്ങി മരിച്ചത്. മരിക്കുന്നതിന് തൊട്ടുമുൻപ് ജിനീഷ് സ്നേഹയെ ഫോണിൽ വിളിച്ച് വഴക്ക് പറഞ്ഞെന്നും കുടുംബം ആരോപിക്കുന്നു. മരണത്തിന് ഉത്തരവാദി ഭർത്താവാണെന്ന് എഴുതിവെച്ച ആത്മഹത്യാക്കുറിപ്പ് പോലീസ് കണ്ടെത്തിയിരുന്നു. ബന്ധുക്കളുടെ പരാതിയെ തുടർന്ന് ജിനീഷിനെ ഇരിട്ടി പോലീസ് കസ്റ്റഡിയിലെടുത്തു. ന്യൂസ് മലയാളം, കണ്ണൂർ.